സ്പെഷ്യൽ ഉള്ളിത്തീയൽ ഉണ്ടാക്കിയാലോ? ഊണിൻ്റെ കൂടെ ഇതുപോലൊരു ഉള്ളിത്തീയൽ ഉണ്ടെങ്കിൽ വേറെ ലെവലാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 2 കപ്പ് തേങ്ങ ചിരകിയതും 2 തണ്ട് കറിവേപ്പിലയും ചേർക്കുക. തുടർച്ചയായി നന്നായി ഇളക്കുക. തേങ്ങ ചെറിയ ഗോൾഡൻ നിറമാകുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. പിന്നീട് കരിഞ്ഞു പോവാതിരിക്കാൻ മീഡിയം തീയിൽ വയ്ക്കുക. ചെറുതായി ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കുക. ഇത് നന്നായി ഇളക്കി 1 മിനിറ്റ് നേരം ചൂടാക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂട് മാറാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ചൂട് മാറിയതിനു ശേഷം ഗ്രൈൻഡർ ജാറിൽ ഇട്ട് ഇതുപോലെ നന്നായി വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കുക. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിയതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 3 വറ്റൽ മുളക് പകുതിയായി മുറിച്ച് ചേർത്ത് നന്നായി ഇളക്കുക. 20 സെക്കൻഡ് നേരം മാത്രം ചൂടാക്കുക. 20 സെക്കൻഡ് കഴിയുമ്പോൾ ഇതുപോലെ ചെറുതായി അരിഞ്ഞ ചെറിയുള്ളി 1.5 കപ്പ്, അതുപോലെ 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. ചെറിയുള്ളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരം വേവിക്കുക. ഓരോ 30 സെക്കൻഡിലും ഇളക്കി കൊടുക്കുക. ഇനി 2 കപ്പ് പുളി ചാലിച്ച വെള്ളവും ചേർക്കാം. നമ്മളിവിടെ ചെറുനാരങ്ങ വലുപ്പമുള്ള പുളി 2 കപ്പ് വെള്ളത്തിൽ ചാലിച്ച് അരിച്ചെടുത്തതാണ് ഇവിടെ ചേർക്കുന്നത്. കൂടാതെ അരപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഹൈ ഫ്ലെയിമിൽ ഏകദേശം 5 മിനിറ്റ് നേരം വേവിക്കണം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സ്പെഷ്യൽ ഉള്ളിത്തീയൽ റെഡി. ഊണിൻ്റെ കൂടെ ഇതുപോലെ ഒരു ഉള്ളിത്തീയൽ ഉണ്ടെങ്കിൽ വേറെ ലെവലാണ്. ഒരിക്കലെങ്കിലും ഇതുപോലെ ഉള്ളിത്തീയൽ ഉണ്ടാക്കി നോക്കൂ. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.